ഇവി അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോ കേട്ടിട്ട് ഞാൻ വീർത്ത് നാറിയിരിക്കുകയാണ്. കാരണം എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതാണെങ്കിൽ വീട്ടിൻ്റെ സൈഡൊക്കെ എനിക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു 2 ചാക്കിൽ മെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന്. അപ്പോൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ ചോറും കറിയൊക്കെ വെച്ച് അപ്പോൾ എനിക്കൊരു പണി നന്നായിട്ട് ഉഗ്രം പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാലിൻ്റെ ഒരു സൈഡ്, വലത് കാലിൻ്റെ ഒരു സൈഡ് ഇന്നലെ ഒരു കടയിൽ പോയപ്പോഴത്തേക്ക് എഴിച്ചപ്പോഴത്തേക്ക് സ്റ്റൂളിൽ നിന്ന് കാലൊന്ന് സ്ലിപ്പായി. പക്ഷേ അപ്പോഴും ഞാൻ സാരമാക്കിയില്ല. പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്ക് വൈകിട്ടായപ്പോഴത്തേക്ക് അത് നല്ല ബുദ്ധിമുട്ടായിട്ട് നടക്കാനൊക്കെ ഭയങ്കര ഏന്തലുമല്ല. എന്നിട്ടും വക വെച്ചില്ല. കാരണം പരിസരം വൃത്തിയാക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഉള്ള സ്ഥലം വൃത്തിയാക്കുക. അപ്പം മെറ്റിലൊക്കെ എടുത്തിട്ട് അവിടെയൊക്കെ വൃത്തിയാക്കി കുറച്ച് അപ്പും ചവറും കിടന്ന് എല്ലാം കത്തിച്ച് വൃത്തിയാക്കിയിട്ട് അതേ ഇതിൽ തന്നെ ചോറൊക്കെ വെച്ച് ചോറ്, മരിച്ചിനി, കൊഴിയാള മീൻകറി. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവമാണ് കണ്ണൻ കൊഴിയാള, മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ ഇട്ട് വെച്ചാൽ അടിപൊളി കറി. അപ്പം ഞാൻ അത് കഴിക്കട്ടെ ഗൈസ്. അപ്പം എല്ലാവരും ഉച്ചയൂണ് കഴിച്ചെന്ന് വിചാരിക്കുന്നു. ഞാനെന്തേ കഴിക്കാൻ പോകണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വിയർത്തൊന്നിരിക്കണമെന്ന്. ജോലി ചെയ്ത് നമ്മളിങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയാണ്. കാരണം ജോലി ചെയ്തിട്ട് വന്ന് വിയർത്ത്, അല്ലാതെ കുളിച്ചു ഒരുങ്ങിയൊക്കെ വന്നിരിക്കുമ്പോൾ ആ മൂടൊക്കെ അങ്ങ് പോകും. കഴിക്കാനുള്ള ഒരു മൂടൊക്കെ അങ്ങ് പോയി. ഇപ്പം തന്നെ സമയം 2 മണി കഴിഞ്ഞു. അപ്പം ഞാൻ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. പൊതുവേ എല്ലാവർക്കും അങ്ങനെയായിരിക്കും. അപ്പം ഞാൻ കഴിക്കട്ടെ. കുറേ ദിവസമായി ഈ വീട്ടിൽ നേരെ ചൊവ്വേ നല്ല ആഹാരം വെച്ച്. കാരണം നല്ലതെന്ന് വെച്ചാൽ 5 കറി ഇഞ്ചിയൊന്നുമല്ല, നമുക്കിഷ്ടപ്പെട്ട ചോറും മീനും മരിച്ചിനിയൊക്കെ ഇട്ട് മരിച്ചിനിയും മീനും ചോറും കൂടെ കൂട്ടി കഴിക്കാം. അപ്പം ഇന്ന് ഞാനിതാണ് കഴിക്കുന്നത്. നല്ല കൊഴിയാള മീൻകറിയും മരിച്ചിനി ഇളക്കിയതും റേഷൻ ചോറ്, റേഷൻ അരി. അപ്പം വിയർത്തിരുന്ന് ആഹാരം കഴിക്കണമെന്ന് ആർക്കും ഒന്നും തോന്നരുത്. ഞാൻ ജോലി ചെയ്ത് ക്ഷീണിച്ച് അപ്പം നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ കൂടെ ആഹാരം കഴിക്കുന്നത് ഒരു നല്ല സുഖം. ഞാൻ പണ്ട് കഴിച്ച് ശീലിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതാണ് ഞാൻ അതേ ഇതിലിപ്പോൾ ഇരുന്ന് കഴിക്കും. അല്ലാതെ നമ്മൾ ഇതെന്തോ വൃത്തി അങ്ങനെയൊന്നുമല്ല. ആവശ്യത്തിനുള്ള വൃത്തിയായിട്ടൊക്കെ തന്നെ ഇരിക്കണം. പക്ഷേ എൻ്റെ ജോലിയുടെ ഇതിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ വേദനയിൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് മൈൻഡ് ചെയ്തത്. അപ്പം ചൂട് ചോറിൻ്റെ കൂടെ മീൻകറി എടുത്ത് ഒഴിച്ച് പൂച്ചടന്ന് വിളിക്കുന്നു. കഴിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. അപ്പം ഞാൻ കഴിക്കട്ടെ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു വീഡിയോ. ഇഷ്ടമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. സപ്പോർട്ട് ചെയ്യാം. ബൈ.